എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ടുള്ള ഒരു പ്രഥമൻ കാണാം. അതിൻ്റെ റെസിപ്പി അത് നമുക്ക് സാധാരണ കടലപ്രഥമൻ വയ്ക്കുന്ന പോലെ തന്നെയാണ്. എന്നാലും ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കതൊന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ചെറുപയറൊന്ന് വറുത്തെടുക്കുക. ഞാൻ 1/2 കിലോ പയറാണ് എടുത്തത്. അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ഈ കളറാവണം. ഈ കളറായാൽ നല്ല കിലുകിലാവെന്നുള്ള പരുവാവണം. അതിനെ വറുത്തെടുത്തിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത് അതിൽ നിന്ന് ഞാൻ ഒരു അര കിലോ മൊത്തം എടുത്തില്ല, കുറച്ച് മാറ്റിയിട്ടേ എടുത്തുള്ളൂ. എടുത്ത് അതിന് 1/2 കിലോയുടെ കണക്ക് എടുത്തെങ്കിലും അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ഒരു കുക്കറിനകത്തോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം അതിനേക്കാളും കുറച്ച് കൂടുതൽ കിടക്കണം, എന്നാലേ വെന്ത് കിട്ടുള്ളൂ. അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര പാനി കാച്ചി എടുക്കണം, ഉരുക്കിയെടുക്കണം. അതിനായി ഞാൻ 1 കിലോ 800 ഗ്രാം മതിയായിരുന്നു. ഞാൻ പക്ഷേ എടുത്തപ്പോൾ 1 കിലോയാണ് എടുത്തത്. ശർക്കരയിൽ കുറച്ച് വെള്ളം ഈ എടുക്കുന്ന ശർക്കരയുടെ ഒരു പകുതി ഭാഗം വെള്ളം കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് പാനി കാച്ചി എടുക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യുക. പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് 2-3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചത്. അതിനകത്തോട്ട് ഈ വേവിച്ച പയറിനെ ഒന്ന് അരങ്ങി ഉടച്ച് അതിനകത്തോട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പം ഇത് പയറിട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ ശർക്കര പാവ് കാച്ചിയതും കൂടെ ഒഴിക്കണം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇപ്പം അത് നല്ല വെള്ളമായിട്ടാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ കട്ടിക്കാക്കി എടുക്കണം. കുറേ പ്രാവശ്യം നമ്മൾ കൈ എടുക്കാതെ ഇളക്കി അത് പൊട്ടണ പരുവമുണ്ട്. അത് പൊട്ടി കയ്യിൽ തെറിക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ അത് നല്ല കുറുവിതായി ടൈറ്റായിട്ട് വരും, നല്ല പരുവത്തിന് വരും. ഞാനിതിപ്പോൾ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് ഞാൻ ഇന്നങ്ങ് വെച്ചിട്ട് നാളെ പിറ്റേന്ന് അങ്ങനെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനത് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്ത് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നെടുക്കും. അങ്ങനെ ആ പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചാൽ നമുക്ക് വേറൊരു ദിവസം കൂടെ ചെയ്യാം, പായസം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് അത്രയും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു 2 തേങ്ങ മതി, മീഡിയം തേങ്ങ 2 തേങ്ങ മതിയായിരുന്നു. അതിൽ നിന്നെടുത്ത് അത്രയും അതിനകത്ത് നല്ല കട്ടയ്ക്ക് ഇരിക്കുകയാണ്. അതിനെയൊക്കെ കട്ടയൊക്കെ ഉടച്ചിട്ട് നല്ലതുപോലെ തിളച്ച് വീണ്ടും ഒന്നും കൂടി അങ്ങ് വറ്റി വരണം. നല്ലതുപോലെ വറ്റി വന്നാലേ കുറുകി വന്നാലേ ആ പാൽ അതിൽ അത്രയും പിടിക്കുകയുള്ളൂ. അത് നല്ല മധുരം കിടക്കുകയാണ്. അപ്പോൾ പാലതിൽ പിടിക്കണമെങ്കിൽ നല്ല കുറുകി വരണം. അപ്പം എന്താ നല്ലോണം ഇളക്കുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ചവ്വരി കൂടെ ആദ്യം തന്നെ ഇട്ടേണ്ടതായിരുന്നു, എനിക്ക് വിട്ടുപോയി. ചവ്വരി കൂടി ഒന്ന് വേവിച്ചിട്ടാലും മതി. അപ്പോൾ ഞാൻ വേവിച്ചിട്ടില്ല, ഞാൻ കഴുകി അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അതിനോടൊപ്പം വെന്ത് ചേരും. അപ്പോൾ അത് കുറുകി വരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പം കാണാം. നല്ല കുറുകി വന്നതിന് ശേഷം മാത്രമേ 1ാം പാൽ ചേർക്കാൻ പറ്റൂ. ഞാൻ 1ാം പാലിൽ കിടന്ന് അതൊന്നും കൂടി ഒന്ന് ചൂടായി തിളച്ച് വരണം. ഒന്ന് തിളച്ച് വന്നാൽ മതി, ഇത് കണക്ക് കുറുകണ്ട. ഞാൻ 1ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കാം. 1ാം പാൽ മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്കും നമുക്കിനിയിപ്പം അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെയൊക്കെ അതിൽ വറുത്തും കൂടെ ഇടണം. അതിനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച് അതിനകത്ത് നെയ്യും ചേർത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്കിനിയിപ്പം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം. എപ്പോഴാണ് അതിൻ്റെ ആ മണം വരുന്നത്. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മതി, അത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല മണം വരും. ഇത് ഏതാണ്ടായിട്ടുണ്ട്. അതും കൂടെ അതിനകത്തോട്ട് വറുത്തിട്ട് കൊടുക്കാം. നെയ്യ് നെയ്യ് അത് ഒത്തൊഴിക്കാത്തതിൻ്റെ കാരണം കുറച്ച് നെയ്യ് അതിനകത്ത് വെച്ചേക്കുന്നതാണ്, അത് കൂടി പോകുന്ന നെയ്യെല്ലാം കൂടെ. ഇനി അതുകൊണ്ട് ഈ തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് അതിനകത്തിട്ട് കൊടുക്കാം. അത് ഭയങ്കര ടേസ്റ്റാണ് ഈ തേങ്ങ വറുത്തിടുമ്പം. കടലപ്രഥമൻ തന്നെ ഇത് അല്ലെന്ന് ആരും പറയില്ല, അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഓണത്തിന് എല്ലാവരും ഇത് തന്നെ പരീക്ഷിക്കണം.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൾ.